ആളുടെ ഭയങ്കര ക്രഷായിട്ട് എനിക്കറിയാം ഇത് അധികം നാൾ പോകില്ല. അന്ന് പോണവരെ പോട്ടെ. ഇല്ല എൻ്റെ അമ്മ മലയാളം അറിഞ്ഞുകൂടാത്തവളൊക്കെ മലയാള കവിതകൾ എഴുതുന്നു, മലയാള പാട്ടുകൾ കേൾക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ നടക്കുന്നു. ആളങ്ങ് അടപടലന്മാർ. നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ ഒറ്റയ്ക്ക് നമ്മൾ കൊച്ചിനെ വളർത്തേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളെന്ന് പറയുന്നത് അത് നമ്മുടെ ചോയ്സാണ്, പിള്ളേരുടെ ചോയ്സ് അല്ലല്ലോ. കൊടും മഴയത്ത് ഒരു ഇരുള് പിടിച്ച ഒരു കൊടും മഴയത്ത് ഒരു തെരുവിൽ ഒരു ഉപേക്ഷിക്കപ്പെട്ട ഒരു പൂച്ച കുഞ്ഞിൻ്റെ അവസ്ഥയായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നിന്ന് വരച്ചു പോകുന്ന ഒരവസ്ഥ. അന്ന് ഒരു 10 രൂപയുടെ മുട്ടായി പോലും പോയിട്ട് അവൾക്ക് എൻ്റെ സിറ്റുവേഷൻ മനസ്സിലായിട്ടുണ്ടാവാം. എനിക്ക് അങ്ങനത്തെ ഡ്രസ്സ് വേണം, അല്ലെങ്കിൽ എനിക്ക് അത് വേണം ഇത് വേണമെന്ന് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ആവശ്യപ്പെട്ടില്ല. ഇപ്പം പക്ഷെ ചോദിക്കുന്നത് ഐഫോണ്, BMW എന്നാണ് ഞാൻ. അപ്പോൾ ആ ടൈമിൽ എനിക്ക് സർവൈവൽ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കാൻ ഒരിടം വേണം, കഴിക്കാൻ ആഹാരം വേണം, കുഞ്ഞിൻ്റെ സേഫ്റ്റി നോക്കണം, കുഞ്ഞിൻ്റെ പഠിത്തം നോക്കണം, എനിക്ക് ജോലി ചെയ്യണം. ഇങ്ങനത്തെ പ്രയോറിറ്റി സാധനമാണ്. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ശൈലറാണി, ഫാമിലി കോർട്ട് ലോയറാണ്. ഇതെൻ്റെ മകൾ. ഹായ്, ഐ എം അഞ്ജലി റോയ്. ഞാൻ ബാംഗ്ലൂരിൽ BBA പഠിക്കുകയാണ്. ഇപ്പൊ ബ്രേക്കപ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പൊ മോൾക്ക് അങ്ങനെ ഒരു ബ്രേക്കപ്പിന്റെ കാര്യം ഇപ്പോഴത്തെ കാലത്ത് ശരിക്കും പേരൻസിന്റെ അടുത്ത് ഒരു റിലേഷൻ ഉണ്ടെന്ന് പറയാൻ വരെ മടിക്കുന്നവരുണ്ട്. അപ്പൊ ഒരു മോളുടെ ബ്രേക്കപ്പ് ഇത്രയും സിമ്പിൾ ആയിട്ട് അമ്മ പറഞ്ഞപ്പോ അത് ശരിക്കും എങ്ങനെയാണ് അമ്മയും മോളും എടുത്തത്? അയ്യോ, എനിക്ക് വളരെ ഫണ്ണി ആയിട്ടാണ് തോന്നിയത്. കാരണം അവളെല്ലാ കാര്യങ്ങളും എന്നോട് പറയുമായിരുന്നു. സ്കൂളിൽ എനിക്കൊന്ന് 12th 11th എന്തോ പല്ലപ്പോഴേ ഉള്ള ആളുടെ ഭയങ്കര ക്രഷായിട്ട് എനിക്കറിയാം ഇത് അധികം നാൾ പോകില്ല. അന്ന് പോണവരെ പോട്ടെ. ഇല്ല എൻ്റെ അമ്മ മലയാളം അറിഞ്ഞുകൂടാത്തവളൊക്കെ മലയാള കവിതകൾ എഴുതുന്നു, മലയാള പാട്ടുകൾ കേൾക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ നടക്കുന്നു. ആളങ്ങ് അടപടലന്മാർ. പക്ഷെ അധികം നാളില്ല, 6 മാസമായപ്പോഴേ കരഞ്ഞു കൂവി അയ്യോ തീർന്നു. കള്ളം പറയുന്നത് സത്യമായിട്ടും കരഞ്ഞു. കണ്ണീന്ന് ചിരിച്ച് ഇങ്ങനെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടെങ്കിൽ കണ്ണിൽ നിന്ന് ഇങ്ങനെ വരുന്നു. ഞാനാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം എന്താ പറയുക, ഒരു ജീവിതത്തിൽ ഒരു പാഠമാണ് അവൾ പഠിച്ച് ജയിച്ചതായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഫണ്ണിയായിട്ട് എടുത്തു. പക്ഷേ എൻ്റെ കൊച്ചു ഞാൻ വീഴാൻ അനുവദിക്കില്ല. അങ്ങനെ എൻ്റെ കൊച്ചിനെ വീഴുകയാണെങ്കിൽ അതുവരെ ഞാൻ നോക്കി നിൽക്കും. ശരിക്കും അവൾ ഇമോഷണലി വീണമെന്ന് പറഞ്ഞാൽ ഞാൻ പിടിക്കും. അതുവരെ ഞാൻ നോക്കി നിന്ന് സപ്പോർട്ട് ചെയ്ത് തനിയെ ഇറങ്ങി എണീറ്റ് വാ എന്ന് പറഞ്ഞ് നിൽക്കും. ആസ് എ സിംഗിൾ പാരന്റ് എനിക്കൊരു മാമിന്റെ ഒരു പേഴ്സണൽ ലൈഫിന്റെ ഒരു ചെറിയൊരു ഭാഗവും പിന്നെ ഒരു സിംഗിൾ പാരന്റിങ് എങ്ങനെയായിരുന്നു എന്നുള്ളൊരു അത് ഇച്ചിരി പെയിൻഫുള്ളാണ്, ഇല്ല എന്ന് പറയാൻ പറ്റുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ആണ് ഞാൻ എന്താ പറയുക, നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ ഒറ്റയ്ക്ക് നമ്മൾ കൊച്ചിനെ വളർത്തേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളെന്ന് പറയുന്നത് അത് നമ്മുടെ ചോയ്സാണ്, പിള്ളേരുടെ ചോയ്സ് അല്ലല്ലോ. പിള്ളേരെ ആഗ്രഹിച്ചിട്ടൊന്നുമല്ലോ എനിക്ക് ഈ അപ്പൻ വേണം ഈ അമ്മ വേണം എന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്രാം തീയതി ഞാൻ വന്ന് നാട്ടിൽ ജനിക്കണം എന്നൊന്നും വിചാരിച്ചിട്ടല്ലല്ലോ കുട്ടികൾ വരുന്നത്. പക്ഷേ നമ്മുടെ ചോയ്സായിരുന്നു കുട്ടികൾ. അങ്ങനെ കുഞ്ഞായിക്കഴിഞ്ഞാൽ നമ്മൾ ഈക്വൽ റെസ്പോൺസിബിലിറ്റി എടുക്കണം. പക്ഷേ എനിക്ക് എൻ്റെ ഓപ്പോസിറ്റ്, അതായത് മോളുടെ ഫാദറിൽ നിന്നും യാതൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ എടുക്കേണ്ടി വന്നു. അത് ഭാരമായിട്ടൊന്നും തോന്നിയില്ല, എൻജോയ് ചെയ്തു. പക്ഷേ തളർന്നു വീഴുന്നു, അവിടെ നിന്ന് എഴുന്നേറ്റു, പിന്നെയും വീഴും, എഴുന്നേറ്റു. അതൊരു വല്ലാത്തൊരു ജേർണി ആയിരുന്നു. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഇമോഷണൽ ആയി പോകുമായിരിക്കാം. എനിക്ക് അത് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ കരുത്തോടുകൂടെ മുന്നേറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഭയങ്കര ബോണായിട്ടിരിക്കും. ഇപ്പം ഞാൻ പറയാറുള്ള പോലെ അദ്ദേഹം എന്നെ ഉപേക്ഷിച്ച് പോയ സമയത്ത് 5 വയസ്സുള്ള ഒരു ഫ്രോക്കിട്ട ഒരു പെൺകുട്ടി താഴെ നിന്നു. അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ല. അയാൾ വിചാരിച്ചു എല്ലാ രീതിയിലും എന്നെ തകർന്നു, ഫിനാൻഷ്യലി തകർന്നു, ഫിസിക്കലി വീക്ക്, 40 കിലോ എന്തേ ഉള്ളൂ, ഫിസിക്കലി വീക്ക്, ഇമോഷണലി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് പോയി കംപ്ലീറ്റ്. എൻ്റെ മൈൻഡ് സ്റ്റെബിലിറ്റി ഒക്കെ പോയ സമയത്ത് ഞാൻ തിരിച്ചു വരില്ല എന്ന് ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ കളഞ്ഞിട്ട് കൂടെ പോയ ഒരു സാധനം, എന്താ പറയുക, ആർക്കും വിലമതിക്കാൻ പറ്റാത്തൊരു സാധനമായിരുന്നു എന്ന് ആളറിഞ്ഞില്ല. സിംഗിൾ. പിന്നെ അവൾക്ക് അങ്ങനെ തോന്നിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇതുവരെയുള്ള ജേർണി ഫുള്ള് ഫണ്ണായിരുന്നു. ലൈക്ക് ഒരു നോർമൽ ഫാമിലി, ഒരു ഫാദർ മദർ കൊച്ച് അങ്ങനെയുള്ളൊരു ഫാമിലി ബേസിക്കലി എനിക്ക് അറിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഇത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. പക്ഷെ ഇത് ഭയങ്കര എക്സ്ട്രോർഡിനറി ആണ്, ഭയങ്കര ഫണ്ണാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ സിമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരുപാട് ഐസ് ഉണ്ട്. ലൈക്ക് അച്ഛനില്ലല്ലോ, അമ്മയ്ക്കാണ് നോക്കുകയാണെങ്കിൽ ഭർത്താവില്ലല്ലോ, എന്ത് കഷ്ട സങ്കടം. പക്ഷെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുകയാണ്. നമ്മൾ ലൈക്ക് ഇപ്പോൾ ഒരു പാരന്റിങ്ങിലാണെങ്കിൽ തന്നെ ഷീ ഗെറ്റ്സ് ടു ടേക്ക് എവറി ഡിസിഷൻ. അമ്മയ്ക്ക് ആരുടെ ചോദിക്കേണ്ട. ഇപ്പം എന്താണെങ്കിലും എൻ്റെ ലൈഫിലാണെങ്കിലും ഇപ്പോൾ അമ്മയ്ക്ക് ആസ് എ പാരന്റ് എടുക്കാനുള്ള ഡിസിഷൻ ഒക്കെ അമ്മയ്ക്ക് സ്വന്തമായിട്ട് എടുക്കാം. എനിക്ക്
അല്ല എനിക്ക് പെർമിഷൻ ചോദിക്കുന്ന ആൾക്കാരുടെ എണ്ണവും കുറഞ്ഞു, അമ്മയുടെ അടുത്ത് മാത്രം ചോദിച്ചാൽ മതി. ഫിനാൻഷ്യലി ഭയങ്കര ഇതല്ലേ, കാരണം മറ്റേ രണ്ടുപേരും ആകുമ്പോൾ ഫീസ് അടയ്ക്കണത് 2 പേർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഒരു കുട്ടിയുടെ ഡ്രസ്സ് എടുക്കണമെങ്കിൽ 2 പേർക്കും പറ്റും. അപ്പോൾ പക്ഷേ അങ്ങനെ ഫിനാൻഷ്യലി എനിക്ക് ഞാനും വളരെ വീക്കാണ്. ഞാൻ വളരെ ജൂനിയർ ആയിരുന്നു, അഡ്വക്കേറ്റ് ആയിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് എൻ്റെ വീട്ടുകാർ എന്നെ സപ്പോർട്ട് ചെയ്തില്ല എന്നല്ല, പക്ഷേ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ വന്നിട്ട് ചിലർ പറയും, ഇങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അമ്മ വേലി ചാടി മോളും അതിൽ ചാടും. അത് ചെറുതില്ലേ മുതൽ എനിക്ക് കേട്ടോണ്ട് വന്നു. ഇപ്പോൾ എൻ്റെ കുഞ്ഞിനെ ഞാൻ വളർത്തുന്നത് കറക്റ്റ് ആയിരിക്കുമോ എന്നുള്ള ആങ്സൈറ്റി ഇടയ്ക്ക് വരും. പിന്നെ പാട്ടെ എങ്ങനെയെങ്കിലുമൊക്കെ വളരട്ടെ, അതെന്താ പറയുക, അങ്ങനെ എൻ്റെ കുഞ്ഞൊരിക്കലും ചെയ്യില്ല എന്ന് എൻ്റെ ഒരു വിശ്വാസം എന്തെന്നറിയോ, ഞാൻ വേദനിക്കുന്ന ഒന്നും അവൾ ചെയ്യില്ല എന്നൊരു പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതിപ്പോൾ ഞാൻ എൻ്റെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാലും ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും വരുമ്പോൾ നീ വിചാരിക്കുക ഇത് ചെയ്ത അമ്മ വിഷമിക്കുമോ, അല്ലെങ്കിൽ അമ്മയ്ക്കത് ഇഷ്ടമാവുമോ, ആ കാര്യങ്ങൾ വിചാരിച്ച്. എന്ന് വെച്ചാൽ അമ്മ പറയുന്ന എല്ലാം ശരിയെന്നല്ല, അമ്മ എപ്പോഴും നിൻ്റെ നന്മ മാത്രം ചിന്തിക്കും. ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ അങ്ങനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുപോയി. പിന്നെ 2 അഡ്വൈസേ കൊടുത്തിട്ടുള്ളൂ, വേറെ ഒരു അരുതുകളും ഇല്ല. പ്രണയിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, സെക്സ് ചെയ്തരുത് പറഞ്ഞില്ല, കല്യാണം കഴിക്കരുതെന്നോ പറഞ്ഞിട്ടില്ല, ഒന്നുമല്ല. 2 അരുത് പറഞ്ഞിട്ടുണ്ട്, ഓർക്കണുണ്ടോ? പറഞ്ഞോളൂ. സൂയിസൈഡ് ചെയ്യരുതെന്നും മയക്കുമരുന്ന് യൂസ് ചെയ്യരുതെന്നും. കാരണം സൂയിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഒട്ടും മനോഹരമല്ല. നമ്മൾ വിചാരിക്കാത്ത ലെവലിലേക്ക് നമ്മളത് ചിലപ്പോൾ പോയെന്നിരിക്കും, ചിലപ്പോൾ തകർന്നെന്നിരിക്കും, ഒറ്റപ്പെടുത്തുന്നിരിക്കും, കുറ്റപ്പെടുത്തിയെന്നിരിക്കും, കല്ല് കറിഞ്ഞെന്നിരിക്കും. നമ്മൾ അങ്ങനെ നമ്മൾ വിചാരിക്കാത്ത ആൾക്കാർ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്നവർ വരെ നമ്മൾ ഇട്ടിട്ട് പോയെന്നിരിക്കും. അപ്പോഴേക്കും നമ്മളെ ഫ്രണ്ടിൽ ഒന്നും ഉണ്ടാവില്ല, അടഞ്ഞ കുറേ വാതിലുകളുണ്ടാവും. അപ്പം വിചാരിക്കും ആത്മഹത്യ ചെയ്യണം. ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ആത്മഹത്യ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് എനിക്കിപ്പോൾ ഉള്ളത്. എൻ്റെ കൊച്ച് അവൾ ഭയങ്കര സപ്പോർട്ടീവായിട്ട് കൂടെ ഇരിക്കണം. അപ്പോൾ ഒരിക്കലും ഏതെങ്കിലും ഒരു നിമിഷം ഞാനതെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ലോകത്തിൽ ഏറ്റവും വലിയ മണ്ടി ഞാനാവുമായിരുന്നു. അപ്പോൾ എനിക്ക് അഡ്വൈസ് ചെയ്തിട്ടുണ്ട്, ഉറപ്പായിട്ടും വേറൊരു സന്തോഷമുള്ളൊരു നിമിഷം നമുക്ക് വരും. അപ്പോൾ സൂയിസൈഡ് ചെയ്യരുത്. അതെന്ന് വെച്ചാൽ നമ്മൾ സ്വയം നമ്മുടെ ജീവിതം ഇല്ലാണ്ടാക്കുന്നത്, അതേപോലെ സ്വയം ഇല്ലാണ്ടാക്കുന്നതാണ് മയക്കുമരുന്ന്. കാരണം നമ്മുടെ കറക്റ്റായിട്ടുള്ള തോട്ടിനെയൊക്കെ ബാധിച്ചിട്ട് വേറൊരു സപ്ലിമെൻ്റ് അല്ലേ അത് നമ്മളല്ലാണ്ടായി പോകുന്ന ഒരു സാധനമല്ലേ. അതുകൊണ്ട് അതും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അഞ്ജലി വളരെ ചെറുതായിരുന്ന സമയത്താണ് ഒരു സിംഗിൾ പാരന്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ടൈം പീരീഡിൽ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് നല്ലപോലെ ഉണ്ടായിട്ടുണ്ട്. പ്ലസ് വർക്കും ലൈഫും കൂടെ ബാലൻസ് ചെയ്ത് പോകണം. സ്റ്റാർട്ട് ചെയ്തത് ജൂനിയർ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള ലെവലിലാണ്. അപ്പൊ അതും ലൈഫും കൂടെ എങ്ങനെ ബാലൻസ് ചെയ്തു പോയി മൊത്തത്തിൽ? ഞാൻ പറഞ്ഞില്ലേ, സിംഗിൾ പാരൻറ്റിങ് ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഒട്ടും വിചാരിച്ചതുമല്ല. അതും പെട്ടെന്ന് സംഭവിച്ച ഒരു സാധനമാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഒറ്റപ്പെടുമെന്ന്. ഞാൻ 2009 ആയിരുന്ന സമയത്ത് ഒരു ജൂൺ മാസമാണ്. എനിക്ക് അന്നത്തെ ഒരു പിക്ചറൈസ് ചെയ്യാനാണെങ്കിൽ എൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൊടും മഴയത്ത്, ഒരു ഇരുള് പിടിച്ച ഒരു കൊടും മഴയത്ത് ഒരു തെരുവിൽ ഒരു ഉപേക്ഷിക്കപ്പെട്ട ഒരു പൂച്ച കുഞ്ഞിൻ്റെ അവസ്ഥയായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നിന്ന് വരച്ചു പോകുന്ന ഒരവസ്ഥ. അപ്പോൾ ആ ടൈമിൽ എനിക്ക് സർവൈവൽ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കിടക്കാൻ ഒരിടം വേണം, കഴിക്കാൻ ആഹാരം വേണം, കുഞ്ഞിൻ്റെ സേഫ്റ്റി നോക്കണം, കുഞ്ഞിൻ്റെ പഠിത്തം നോക്കണം, എനിക്ക് ജോലി ചെയ്യണം. ഇങ്ങനത്തെ പ്രയോറിറ്റി സാധനമാണ്. ഇത്രയ്ക്കൊന്നും അങ്ങനെ ഭയങ്കര മെച്യൂർഡായിട്ടൊന്നും ചിന്തിക്കാനും ഉള്ള മനസ്സുമില്ല. ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നു. ഭയങ്കര ഹെവി ഡിപ്രഷനിലേക്ക് പോയി. ഞാൻ ഭയങ്കര ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയിരുന്ന സമയത്ത്. പക്ഷേ ഈ 3 സാധനം അങ്ങനെ ആദ്യം ഞാനും മോളും കൂടെ എൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ടിൽ അവരെ വീട്ടിൽ താമസമാക്കി. അത് കഴിഞ്ഞ ശേഷം കുഞ്ഞിനെ സ്കൂളിൽ വിട്ടു. അവിടുത്തെ സ്കൂളിൽ പപ്പയുടെയും മമ്മിയുടെയൊക്കെ വീട്ടിനടുത്ത് തന്നെ ഉള്ള സ്കൂളിൽ വിട്ടു. അതിനുള്ള സഹായമൊക്കെ തന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് കണ്ണടച്ച് 24/7 അങ്ങ് വർക്ക് ചെയ്തു. കാരണം എൻ്റെ മുമ്പേ ഉള്ള ഒരെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാഷനും കൂടെയുള്ള ഒരു ജോലിയായിരുന്നു. ആ ജോലിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നില്ല, ഞാൻ അങ്ങ് വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന കേസുകൾ എന്ത് തന്നെയാണെങ്കിലും കേസ് ചെയ്യും. അതിൽ കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് എങ്കിലും അത് ഞങ്ങൾ 2 പേരും അത് സ്കൂളിലെ ഫീസ് അടക്കി അങ്ങനെ. പിന്നെ അത് ഞാൻ ശരിക്കും പൈസയ്ക്ക് ബോധർ ചെയ്യാതെ ഞാൻ അങ്ങ് 24/7 ഫുൾ അങ്ങ് വർക്ക് ചെയ്തു. എന്ന് വെച്ചാൽ അത് മാത്രം. പക്ഷെ കൊച്ചൊരിക്കൽ പോലും എനിക്ക് ആവശ്യപ്പെട്ട് കരഞ്ഞിട്ടില്ല, എനിക്കത് വേണം ഇത് വേണം. പക്ഷേ ഇവ ചിരിവായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, അന്ന് ഒരു 10 രൂപയുടെ മുട്ടായി പോലും പോയിട്ട് അവൾക്ക് എൻ്റെ സിറ്റുവേഷൻ മനസ്സിലായിട്ടുണ്ടാവാം. എനിക്ക് അങ്ങനത്തെ ഡ്രസ്സ് വേണം, അല്ലെങ്കിൽ എനിക്ക് അത് വേണം ഇത് വേണമെന്ന് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ആവശ്യപ്പെട്ടില്ലേ അല്ല. ഇപ്പം പക്ഷെ ചോദിക്കുന്നത് ഐഫോണ്, BMW എന്നാണ് ഞാൻ കളിയാക്കും. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് അവൾ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് ആ ടൈമിൽ എന്നെ ഒരിക്കലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല, ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിയാണ് ജീവിച്ചത്. പിന്നെന്താ, നമ്മൾ കിട്ടുന്ന പൈസയായിട്ട് കൂട്ടി വെച്ചിട്ട് നമ്മൾ യാത്ര പോകും. അതായിരുന്നു ഏറ്റവും, നിനക്ക് ഓർമ്മയുണ്ടോന്ന്, KSRTC ബസ്സിലും തമിഴ്നാട് ട്രാൻസ്പോർട്ടേഷനിലും ഒക്കെ തൂങ്ങി വലിഞ്ഞും ഒക്കെ ഞങ്ങൾ യാത്ര പോയി വരും.
പിന്നെ എന്താ പറയുക, പൈസ ക്യാഷ് ഒരുപാട് ബുദ്ധിമുട്ടി. പക്ഷേ ക്യാഷിൻ്റെ പിറകെ ഞാൻ പോവാതെ പാഷൻ്റെ പിറകെ പോയി. അങ്ങനെ ആയപ്പോഴേക്കും സ്വാഭാവികമായിട്ടും ക്യാഷ് വന്നു. നല്ല രീതിയിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോടുകൂടെ നല്ല 2 ഓഫീസൊക്കെ ഇട്ട്, ഹൈക്കോർട്ടിലും ട്രിവാൻഡ്രത്തും മാവേലിക്കരയൊക്കെ ഓഫീസൊക്കെ ഇട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റി. BMW വാങ്ങിക്കൊടുക്കാൻ പറ്റി.